ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ വണ്ടി ജനസർവീസായിട്ട് വന്നേക്കണതാണ്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വേരിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്തുണ്ടല്ലോ ഓൾറെഡി നമുക്ക് അനുഭവപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം വലിച്ചൊരു ഇതായിട്ടുണ്ട്, മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തവണയും കൂടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത സർവീസൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു കംപ്ലയിൻറ്റ് തോന്നിയത് നമുക്ക് ഈ ഹാൻഡിലിൻ്റെ അവിടെ നിന്നാണ്. ഹാൻഡിലിൻ്റെ ഈ ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊരു പാളിച്ചുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അടിക്കണമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ലൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ രണ്ട് കംപ്ലയിൻറ്റ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ വീലൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഓൾറെഡി ബ്രേക്ക് ലൈനർ ഏകദേശം അതിൻ്റെ ഒരു കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബറിൻ്റെ കട്ടകൾ അത് ഓൾറെഡി നമുക്ക് ഈ സർവീസിൽ തന്നെ മാറ്റണം. അത് മൊത്തം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ ബ്രേക്ക് ലൈനറും ചെയിൻ സ്പോക്കറ്റും നമുക്ക് അടുത്ത സർവീസിൽ മാറേണ്ടി വരും. അതേപോലെ രണ്ട് കേബിളുകളും അടുത്ത സർവീസിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പോൾ നിലവിൽ ബ്രേക്ക് ലൈനറും ചെയിൻ സ്പോക്കറ്റും നെക്സ്റ്റ് സർവീസിൽ മാറ്റാം. ഇതിപ്പോൾ നമുക്ക് ഇതിടാം. കാരണം ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ചു തീർന്നിട്ടുണ്ട്. തന്നെയുള്ള അത്യാവശ്യം ലൂസ് ഉണ്ട്. അപ്പോൾ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അടുത്താലാകുമ്പോഴത്തേക്കും പിന്നെ വലിക്കാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്നോലെ കട്ട് ചെയ്തിടേണ്ടി വരും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇത് വീതി കുറഞ്ഞ ടൈപ്പ് ചെയിൻ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് മാറ്റണത് തന്നെയാണ് നല്ലത്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫ്രഷാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും അത്യാവശ്യം നല്ല പ്ലഗ്ഗാണ്. അതായത് എനിക്ക് എയർ ഫിൽറ്ററും പ്ലഗ് കൂടി ഒരുമിച്ച് മാറ്റിയിട്ടാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ എന്തെങ്കിലും മാറുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അടുത്ത സർവീസിൽ നമുക്ക് കേബിളുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം ഈ സൈഡൊക്കെ അത്യാവശ്യം പൊട്ടി ഒരുവിധം ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് കമ്പൈൻഡ് ബ്രേക്ക് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയും ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ അത് ഈ തവണ നമുക്കൊന്ന് പൊടിക്ക് ലൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം. അതും അടുത്ത സർവീസിൽ മാറേണ്ടി വരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസുകൾ വന്നിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ടൈറ്റായിട്ട് കാണിക്കും. വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ച് അടുത്തേക്ക് നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനാണ്. ഏകദേശം അതിനുള്ള കിലോമീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. 27,330 ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 30,000 കിലോമീറ്ററൊക്കെയാണ് സാധാരണ. 30,000 സാധാരണ ചെയിൻ സ്പോക്കറ്റ് ഈ സ്പോക്കറ്റൊന്നും കിട്ടാറില്ല. അപ്പോൾ എന്തായാലും അത് അടുത്തേൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ എൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ബാറ്ററിയൊക്കെ നമുക്ക് ഓൾറെഡി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കണത് തന്നെ. അത് 12 വോൾട്ടിൻ്റെ 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണ ബാറ്ററി. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് ഓൾറെഡി അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ 12.86 വരെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് വോൾട്ട് കാണിക്കുന്നത്. ആമ്പിയർ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് അപ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിച്ചേക്കണത് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമുക്ക് മാറ്റേണ്ട ഒരു പാർട്സ് ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഇതിവിടെ വന്നെ, അതായത് ഈ അടിയിൽ വന്ന ബോൾട്ടിൻ്റെയും ഇവിടെ ഈ ഓയിൽ ഒഴിക്കുന്ന ഇവിടെയും വന്ന റബ്ബർ ഓറിങ്ങും ഉണ്ട്. ആ രണ്ടായിട്ട് നമുക്ക് മാറണം. പിന്നെ ബാക്കിലത്തെ ആ ഡാമ്പർ റബ്ബർ, അതായത് വീലിൻ്റെ ഈ റബ്ബർ കട്ടകളൊന്ന് മാറ്റിയിടണം. അതാണ് മെയിനായിട്ടുള്ള കേസ്. ബാക്കിത്തെ സർവീസായിട്ട് ചെയ്തുക. അടുത്ത സർവീസിൽ ചെയ്യേണ്ടത് ഞാൻ നെക്സ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കാം. ഒന്ന് ചെയിൻ സ്പോക്കറ്റ് വരും, ബ്രേക്ക് ലൈനർ വരും. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് അപ്പോഴത്തേക്കും കൂടുതൽ പ്രോബ്ലം ആവുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കട അടുത്ത സർവീസിൽ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ബ്രേക്ക് കേബിളുകളും അപ്പോഴത്തേക്കും ടൈറ്റ് കാണിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമുക്ക് ഇന്നത്തെ ഈ സർവീസുമായി ബന്ധപ്പെട്ട അത്ര കുറച്ചൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.